യാത്രാ നിരോധനം വന്നതോടെ ജീവിതമാർഗം മുട്ടി ഒറ്റപ്പാലം ആലത്തൂർ റോഡ് ബസ് ഉടമകളും തൊഴിലാളികളും. കരാറുകാരന്റെ അനാസയിൽ തോട്ടിൻപള്ള പാലം പണി നിലച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. തൃശൂർ, പാലക്കാട് ജില്ലകളെയും തിരുവില്ലമല, തരൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ള പാലം പൊളിഞ്ഞതിനാൽ കിലോമീറ്ററുകളോളം ചുറ്റിപ്പോകുന്ന ബസ്സുകൾക്ക് വൻ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാവുന്നതായും ഈ റൂട്ടിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കാൻ ആലോചിക്കുന്നതായും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. തിരുവില്ലമല, തരൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ള താൽക്കാലിക ബണ്ട് പൊളിഞ്ഞതിനാൽ ബസ്സുകൾ റൂട്ട് തിരിച്ചു വിടേണ്ടി വരുന്നത് വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെയാണെന്നും ഒരു ഇരുചക്ര വാഹനം വന്നാൽ കൂടെ സൈഡ് കൊടുക്കാനും മറ്റൊന്നിനും കഴിയുന്നില്ലെന്നും ആയതിനാൽ ബസ് തൊഴിലാളികൾക്ക് വൻ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്നും എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ബസ് റൂട്ട് തന്നെ നിർത്തലാക്കുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ഗോപാൽ DC പറഞ്ഞു. ഇത് റോഡ് പൊളിച്ചിട്ട് 6 മാസമായി. വലിയ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്ത്യയിലായി പൊളിച്ചു. ഇതേ പറയുമ്പോഴേക്കും കഴിയും വിചാരിച്ചു. ഇതുവരയ്ക്കും ഈ സംഭവം ചെയ്തില്ല. അപ്പോൾ അവസാനം താൽക്കാലികമായിട്ടൊരു പാലം ഉണ്ടാക്കിയത് അത് ഒഴിച്ചുപോയി. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബസ്സുകാരും നാട്ടുകാരും യാത്രക്കാരും എല്ലാവരും. ഏറ്റവും കൂടുതൽ അതിൽ പറയാൻ ബുദ്ധിമുട്ട് ബസ്സുകാരുടെ ഭാഗത്താണ്. ബസ്സുകാരെ ആലത്തൂർ, തിരുവില്ലാമല, ഒറ്റപ്പാലം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്താൻ പറ്റാതെ ഇപ്പോൾ വളഞ്ഞ വഴി കൂടെ പോകണം. പഞ്ചായത്ത് റോഡ് കൂടെ പോകണം. പഞ്ചായത്ത് റോഡ് കൂടെ പോയി എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കിലോമീറ്ററോളം വളഞ്ഞ നടണം. പിന്നെ ചുറ്റുപാടും ഉള്ള ഈ ജനങ്ങൾ അങ്ങോട്ടും ഈ ബസ് കണ്ടാൽ കയറും. അപ്പോൾ ഇവർ ബസ്സുകാർ തമ്മിൽ തർക്കമായി, വഴക്കായി. ബസ്സുകളുടെ ഡീസൽ കൂടുതൽ, സമയനഷ്ടം. ബസ്സുകളുടെ സർവീസ് നിർത്തിവെച്ചാലോ എന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ വഴിക്കുള്ള ബസ്സുകൾ സർവീസ് അവിടെ നമ്മുടെ തൊഴിലാളികൾ താല്പര്യപ്പെടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബസ്സുകളായിട്ട് അങ്ങോട്ടും സമയത്തിന് ഓടിയെത്താൻ പറ്റാതെയും ഈ മഴയും ഇതും കാരണം ബസ്സുകൾ സർവീസ് നിർത്തിവെക്കണം പറഞ്ഞിട്ട് നമ്മുടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ ബസ്സുകൾ റൂട്ട് തിരിച്ചുവിടുന്നതിനാൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയും സമയനിഷ്ഠത പാലിക്കാൻ കഴിയാത്തതിനാൽ ബസ്സുകാർ തമ്മിൽ സംഘർഷവും പതിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ ഈ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇത്തരമൊരു തീരുമാനം ബസ് ഓണേഴ്സ് അസോസിയേഷൻ എടുത്താൽ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കും. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും. എത്രയും പെട്ടെന്ന് തരൂർ താൽക്കാലിക ബണ്ട് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം.